പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഇച്ചായ, നമുക്ക് പോവാം. മിത്ര ഡേവിഡിനെയും കൊണ്ട് നടക്കാൻ ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ ഡേവിഡിനെ മുറിഞ്ഞിരിക്കുന്ന നെറ്റിയിലൊടുക്കിയത്. അയ്യോ, ചോര! നിറഞ്ഞ കണ്ണുകളോട് അവൻ്റെ മുറിവിലേക്ക് നോക്കി അത് പറഞ്ഞ് മിത്ര ഷാള് കൊണ്ട് ഡേവിഡിന്റെ മുറിവിലെ ചോരയൊപ്പി. ഇനി ചോര കണ്ട് ബോധം കണ്ടണ്ട, ചെറിയ മുറിവാ. ഡേവിഡ് അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് പറഞ്ഞതും മിത്ര അവനെ കൂർപ്പിച്ച് നോക്കി. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ചോര നിൽക്കുന്നില്ല. മിത്ര തന്റെ ഷോളിന്റെ അറ്റം കീറിയെടുത്ത് മുറിവ് കെട്ടിവെച്ചുകൊണ്ട് ടെൻഷനോട് പറഞ്ഞു. എന്റെ ദേവ, ഇത് അതിന് മാത്രമൊന്നുമില്ല, ചെറിയ മുറിവാ, ഹോസ്പിറ്റലിൽ പോകുന്നു വേണ്ട. എന്നാലും ഞാൻ കാരണല്ലേ ഇതെല്ലാം. പോയി കാറ് കയറി പെണ്ണേ, നിന്നോട് ഞാൻ ഇറങ്ങരുതെന്നല്ലേ പറഞ്ഞത്? നിനക്കെന്താ പറഞ്ഞാൽ അനുസരിച്ചാ? ഡേവിഡ് മിത്രയെ നോക്കി ശബ്ദം കടുപ്പിച്ച് പറഞ്ഞതും മിത്ര ദേഷ്യത്തിൽ ചവിട്ടി തുള്ളി കാറിൽ പോയിരുന്നു. മിത്രയുടെ മുഖം വീർപ്പിച്ചുള്ള പോക്ക് കണ്ടതും ഡേവിഡിന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ഇതെല്ലാം കണ്ട വ്യാസനുമല്ലാത്ത ദേഷ്യം തോന്നി. എങ്കിലും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടുള്ള ദേഷ്യം മുഴുവൻ അവൻ പല്ലിൽ കടിച്ചു തീർത്തു. ഡാ പോന്ന പുന്നാര മോനെ, ഇനി മേലും വല്ല തറവേലയായിട്ട് വന്നാ ഇപ്പൊ കിട്ടിയത് ഓർക്കുന്നു നല്ലതാകും നീ. വ്യാസനെ നോക്കി കടുപ്പിച്ച് പറഞ്ഞ് കാറിൽ കയറി. ഡേവിഡ് കയറിയത് അറിഞ്ഞിട്ടും മിത്ര അവനൊന്നും നോക്കുക പോലും ചെയ്യാതെ മുഖം വീർപ്പിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. കുറച്ച് മുൻപോട്ട് പോയതും മിത്ര കാർ നിർത്തിയത് അറിഞ്ഞു. ഡേവിഡിനെ നോക്കി. അപ്പോഴും ഡ്രൈവർ സീറ്റ് തുറന്ന് ഡേവിഡ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഡേവിഡ് പോകുന്നത് കണ്ട് മിത്ര സ്വയം പിറുപിറുത്തു. ഡേവിഡ് പോയി അടുത്തുള്ള കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളവും ഒരു ബാൻഡേജും വാങ്ങി കാറിനരികിലേക്ക് നടന്നു. മിത്ര കെട്ടിവെച്ച കെട്ടഴിച്ച് മാറ്റി കൈയുള്ള കുപ്പി തുറന്ന് മുഖം കഴുകി. മുണ്ടിന്റെ തലപ്പ് കൊണ്ട് മുഖം തുടച്ച് ബാൻഡേജ് ഒട്ടിക്കാൻ ഒരുങ്ങിയതും അതിനു മുമ്പായി മിത്ര അങ്ങോട്ട് വന്ന് അത് തട്ടിപ്പറിച്ച് വാങ്ങി ഡേവിഡിന്റെ മുറിഞ്ഞ നെറ്റിയിൽ ഒട്ടിച്ചു കൊടുത്തു. അയ്യോ ചേട്ടായി, ഇതെന്തു പറ്റി? വീട്ടിലെത്തിയത് ഡേവിഡിന്റെ മുറിവ് കണ്ട് കുഞ്ഞൂട്ടൻ ആദിയോടെ ചോദിച്ചു. അതൊന്നുമില്ല, ചെറിയൊരു മുറിവ് പറ്റിയതാ. കുഞ്ഞൂട്ടന്റെ തലയിൽ തലോടി അതും പറഞ്ഞ് ഡേവിഡ് ഉള്ളിലേക്ക് പോയി. ചേട്ടായിക്ക് എന്താ ചേച്ചി പറ്റിയത്? ഡേവിഡ് ഒന്നും പറയാത്തത് കൊണ്ട് കുഞ്ഞൂട്ടൻ മിത്രയോട് ചോദിച്ചതും അവൾ ഉണ്ടായതും മുഴുവൻ അവനോട് പറഞ്ഞു. എന്നിട്ട് അയാൾ ഇപ്പോഴും ജീവനോടുണ്ടോ? ഉണ്ട്. ഞാൻ ചേനെ പിടിച്ചു മാറ്റിയതുണ്ടാ, അല്ലെങ്കിൽ ചിലപ്പോൾ അവന്റെ കാര്യം തീരുമാനമായനെ. വെയിറ്റ്, ചേട്ടത്തി ഇപ്പൊ എന്താ ചേട്ടായി വിളിച്ചേ? അത് പിന്നെ ഇച്ചായൻ. കുഞ്ഞൂട്ടന്റെ ചോദ്യം കേട്ട് മിത്ര വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായനോ? അതൊക്കെ എപ്പോ? സാറ് വിളിക്കാൻ മാറ്റിയോ? അത് പിന്നെ ഞാൻ. മിത്ര എന്ത് പറയണമെന്ന് അറിയാതെ താരയും കുറിച്ച് നിന്നു. എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എന്റെ ചേട്ടായി അപ്പൊ ചേട്ടത്തിക്ക് ശരിക്കും ഇഷ്ടാണല്ലേ? കുഞ്ഞൂട്ടന്റെ ചോദ്യം കേട്ടതും മിത്ര തലയുയർത്താതെ നാണത്തിൽ ആദ്യ എന്ന രീതിയിൽ തലകുലുക്കി. തലകുലിക്കാതെ ഭാഗത്തൊന്ന് പറഞ്ഞെടുത്തി. എനിക്ക് നിറയെ ഇഷ്ട എന്നെ ചേട്ടായി. അയ്യേ, ഞാൻ എന്തേ കാണുന്നത്? എന്റെ ചേട്ടത്തിക്ക് നാണോ? ഒന്ന് മുഖം എഴുതി ചേർത്തി, ഞാൻ കാണുന്ന ചേട്ടത്തിന് നാണോ? കുഞ്ഞൂട്ടൻ മിത്രയുടെ മുഖം പിടിച്ച് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. പോടാ, എന്നെ കാളിയാക്കാതെ. മിത്ര അവന്റെ തലകെട്ട് കൊട്ടി കെറിവിച്ച് ഉള്ളിലേക്ക് നടന്നു. മോനെ, എന്താടാ നിനക്ക് പറ്റിയത്? ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന വ്യാസനെ കണ്ട അശോകൻ ചോദിച്ചതും വ്യാസ അയാളെ ദേഷ്യത്തിൽ നോക്കി. അച്ഛനാണ് എല്ലാത്തിനും കാരണം. അയ്യരെയും കുടുംബത്തെയും നാണം കെടുത്തണമെന്ന അച്ഛന്റെ ഒറ്റ വാശിക്കാരനാ വിവാഹരാത്രി മിത്രയെ ഞാൻ അവിടുന്ന് പോക്കിയത്. ഒപ്പം അങ്ങനെ ഒരു ലെറ്റർ ഉണ്ടാക്കിയതും. എന്നിട്ട് എന്തായി? നമ്മുടെ സകല പ്ലാനും നശിപ്പിച്ചു. ആ പുന്നാര മോൻ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ അവളെ താലി കെട്ടിയത്. ആ പുന്നാര മോൾക്കാണെങ്കിൽ ഇപ്പൊ അവനോട് ഒടുക്കത്തെ പ്രേമവും. വ്യാസദേശത്തോട് അശോകനോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൾ ഇനിയും വെറുതെ വിട്ടുകൂടാ, ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യണം. ഇനി അച്ഛനായിട്ടൊന്നും ചെയ്യണ്ട, ഇവിടെ നിന്ന് ഞാൻ എണീറ്റോട്ടെ, എന്നിട്ട് എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വ്യാസദേവനെയും മിത്രയെയും ഓർത്ത് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ഡോറിനടുത്തായി നിന്ന മിത്രയുടെ ഏട്ടൻ ദേവനെ അവർ കണ്ടില്ല. അവർ കാണുന്നതിന് മുമ്പായി ദേവൻ അവിടുന്ന് തിരിഞ്ഞു നടന്നു. ഉറ്റ ചങ്ങാതിയുടെ വായിൽ നിന്ന് കേട്ട കാര്യവും സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടു നടന്നവളെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അവിശ്വസിച്ചതും തന്നോട് ഒരു തെറ്റും ചെയ്തില്ലെന്ന് കരഞ്ഞു പറയുന്ന മിത്രയുടെ മുഖവുമെല്ലാം കൂടി ആയതും അവന് വല്ലാതെ തളർന്നു പോയിരുന്നു. മിത്രയുടെ കരഞ്ഞു തിളർന്ന മുഖം മനസ്സിൽ തെളിഞ്ഞു വരാൻ തുടങ്ങിയതും അവൻ ആദ്യമായി മദ്യത്തിൽ അഭയം പ്രാപിച്ചു. ദേവ്, എന്താടാ ഇത്? അയ്യരും ദീക്ഷിത്തും ഹാളിലിരിക്കുമ്പോഴാണ് കുടിച്ചു കുടിഞ്ഞ് ദേവൻ അങ്ങോട്ട് കയറി വന്നത്. നീ കുടിച്ചിട്ടുണ്ടോ? ദേവന്റെ കോലം കണ്ട അയ്യര് ദേഷ്യത്തിൽ ചോദിച്ചു. ആ, കുടിച്ചു, ഒരുപാട്.
നമുക്ക് തെറ്റ് പറ്റിയപ്പേ നമ്മുടെ കുഞ്ഞി അവളെ നമ്മളാരും മനസ്സിലാക്കിയില്ലല്ലോ. സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടു നടന്ന അവളെ ആ നായിന്റെ മോന്റെ വാക്കും പ്രവൃത്തിയും കേട്ട് തള്ളി പറഞ്ഞില്ലേ. അവൾ ഒത്തിരി കരഞ്ഞു പറഞ്ഞതല്ലായിരുന്നു. എന്നിട്ടും ബാക്കി പറയാനാകാതെ ദേവൻ വിരുമ്പി. നീ എന്തൊക്കെയാ ദേവ ഈ പറയുന്നത്? ദീക്ഷിത്തിന്റെ ചോദ്യം കേട്ടതും ദേവൻ അവൻ വ്യാസിൽ നിന്ന് അറിഞ്ഞ സത്യങ്ങളെല്ലാം ദേവൻ അവരോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് അയ്യരും ദീക്ഷിത്തും തറഞ്ഞു നിന്നു. ഒപ്പം മിത്രയോട് ചെയ്തോർത്ത് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കടവുളെ, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? എൻ്റെ കുഞ്ഞ് ഒരുപാട് വേദനിപ്പിച്ചു. ഞാൻ എൻ്റെ കുഞ്ഞിനെ ആദ്യമായി കൈനീട്ടി അടിക്കുകയും ചെയ്തു. പാവം, എത്ര വേദനിച്ച് കാണും. ഇന്നും കൂടെ എന്തൊക്കെയോ ഞാൻ ആ കുഞ്ഞിനെ പറഞ്ഞു. ശപിച്ചപ്പോഴും ഇറക്കി വിട്ടപ്പോഴും അറിഞ്ഞില്ലല്ലോ എൻ്റെ കുഞ്ഞ് നിരപരാധിയായിരുന്നു. എന്ത് പാപിയാ ഞാൻ. ദേവൻ പറഞ്ഞതൊക്കെ കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയ്യർ സെറ്റിയിലേക്ക് ഇരുന്ന് സ്വയം ശപിച്ചു. മിത്രയോട് ചെയ്തതും പറഞ്ഞതോട്ട് വേദനിച്ചു. ദീക്ഷിത്തിൻ്റെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. തൻ്റെ കുഞ്ഞിയെ തള്ളിപ്പറഞ്ഞു തോർക്കും തോറും അവന് ഹൃദയം നുറങ്ങും പോലെ തോന്നി. മക്കളെ, എനിക്ക് ഇപ്പൊ കാണേണ്ട കുഞ്ഞിയെ ആ കാലിൽ വീട് മാപ്പ് ചോദിക്കണം. എന്നിട്ട് എൻ്റെ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് വരണം. നമ്മുടെയൊക്കെ പഴയ കുഞ്ഞിയായി ഇവിടുത്തെ രാജകുമാരിയായി എൻ്റെ കുഞ്ഞിവിടെ വേണം. അയ്യരിരുന്നേരുന്നും എഴുന്നേറ്റ് ദേവനോടും ദീക്ഷിതിനോടായി പറഞ്ഞ് പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് ദീക്ഷിത് ഓടിപ്പോയി അയ്യരെ തടഞ്ഞു. അപ്പ അകത്തോട്ട് വാ. വീടടാ മോനെ, എനിക്കെൻ്റെ കുഞ്ഞെ ഇപ്പൊ കാണണടാ. അപ്പ ഇപ്പൊ രാത്രിയാ, നമുക്ക് നാളെ പോകാം. തൻ്റെ കൈ കൂടെ ഞെറിഞ്ഞു പോകാൻ നോക്കുന്ന അയ്യരെ അതും പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഉള്ളിലേക്ക് നടന്നു. സങ്കടത്തിലും കുറ്റബോധത്തിലും നേറി നിൽക്കുന്ന അപ്പയെയും മക്കളെയും കണ്ട് ദീക്ഷിത്തിന്റെ ഭാര്യ കീർത്തി പുച്ഛത്തോടെ മുകളിലേക്ക് കയറിപ്പോയി. അപ്പ മതി സ്വയം കുറ്റപ്പെടുത്തിയത്, പോയി കിടക്കാൻ നോക്ക്. ദീക്ഷിത്ത് അയ്യരെ പറഞ്ഞു വിടാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കെന്റെ കുഞ്ഞിനെ കാണാതെ ഉറക്കം വരില്ല മക്കളെ. പാവം, ഒത്തിരി വേദനിപ്പിച്ചു. ഇതെല്ലാം ചെയ്ത ആ നായിന്റെ മോനെ ഞാൻ വെറുതെ വിടില്ല. ഒരിക്കലും ഇല്ലപ്പാ. അവൻ എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ. തൽക്കാലം നമ്മൾ സത്യങ്ങൾ അറിഞ്ഞത് അവനെ അറിയണ്ട. ദീക്ഷിത്ത് പറഞ്ഞത് കേട്ട അയ്യർ സെറ്റിയിൽ ബോധമില്ലാതെ കിടന്ന് എന്തൊക്കെയോ പുലമ്പുന്ന ദേവനെ നോക്കി റൂമിലേക്ക് നടന്നു. എന്നെങ്കിൽ എന്നാ ചുങ്കൾക്ക്? അയ്യരുടെ കരഞ്ഞ വെറുതെ മുഖം കണ്ട് ബെഡ് കുടഞ്ഞു വെച്ചിരുന്ന മോഹിനി ആദിയോട് അയാളോട് ചോദിച്ചു. തെറ്റ് പറ്റി മോഹിനി, ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റ് പറ്റിപ്പോയി. തൻ്റെ അടുത്ത് വന്നിരുന്ന് തന്നെ കെട്ടിപ്പിടിച്ച് കരച്ചിലോട് അയാൾ പറഞ്ഞതും അവരൊന്നും മനസ്സിലാകാതെ അയാൾ നോക്കിയതും അയ്യരെല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറഞ്ഞു. കരഞ്ഞ് പറഞ്ഞതല്ലേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ വിശ്വസിച്ചില്ല. സ്വന്തം മകളെ മനസ്സിലാക്കുന്നതിൽ തെറ്റ് പറ്റിപ്പോയി. അറിയാത്ത ആരുടെയും കൂടെ അവളെ, നീ പോലും അവളെ ന്യായീകരിച്ച് പറഞ്ഞപ്പോൾ പോലും നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞു, അവളെ ശപിച്ചു. പക്ഷേ അപ്പോഴെൻ്റെ കൊച്ചു നിരപരാധിയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. തിരിച്ചു കൊണ്ടുവരും ഞാൻ അവളെ, നമ്മുടെ പഴയ കുഞ്ഞിയായി. അയ്യര് പറഞ്ഞത് കേട്ട് മോഹിനിക്ക് സന്തോഷം തോന്നിയെങ്കിലും അവൾ തങ്ങളുടെ കൂടെ പോരുമോ എന്ന സംശയം അവരിൽ നിറഞ്ഞു. കാരണം അവളുടെ ഉള്ളിൽ ആ കുടുംബം മാത്രക്ക് വേരുറച്ച് പോയെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും പറയാതെ അയ്യർ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ മോഹിനി ഇരുന്നു. ദേവ, വെറുതെ ഇരിക്കാതെ ആ ബുക്ക് എടുത്ത് പഠിച്ചൂടെ നിനക്ക്? എല്ലാവരും കിടന്നിട്ടും കിടക്കാതെ ഹാളിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന മിത്രയെ കണ്ട് ഡേവിഡ് ചോദിച്ചു. പിന്നെ രാത്രി 12 മണിയായി, ഇനി ഇന്ന് പാടിക്കേ, എനിക്കൊന്നും വയ്യ. ഡേവിഡ് പറഞ്ഞത് കേട്ട് മിത്ര ക്ലോക്കിലേക്ക് നോക്കി പതിയെ പിറുപിറുത്തു. എന്താ? ഒന്നുമില്ല, പാടിച്ച് കഴിഞ്ഞു. എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ഓർക്കം വന്നില്ല. അല്ല, ഈ ചായൻ ഉറങ്ങിയില്ലേ? ഞാൻ വെള്ളം എടുക്കാൻ വന്നതാ. മുറിവ് വേദന ഉണ്ട് ചായ? ഇല്ല. അതെന്താ വേദന ഇല്ലാത്തത്? ചെറിയ വേദനയുള്ളൂ. മിത്രയുടെ ചോദ്യം കേട്ട് ഡേവിഡ് പറഞ്ഞു. ഞാൻ കാരണല്ലേ ചായന്? ഡേവിഡിന്റെ കണ്ണിട്ടിക്കൊണ്ടുള്ള നോട്ടം കണ്ടതും മിത്ര പറയാൻ വന്നത് പാതിവടിയിൽ നിർത്തി. അല്ല, താനെന്തപ്പോ ഇങ്ങനെ വിളിക്കുന്നത്? എങ്ങനെ? ഡേവിഡ് ഉദ്ദേശിച്ചത് മനസ്സിലായെങ്കിലും മിത്ര ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. അത് പിന്നെ നേരത്തെ വിളിച്ച പോലെ ഇച്ചായൻ, നീ അങ്ങനെയല്ലല്ലോ വിളിച്ചിരുന്നത്. ഓ അതോ, എനിക്ക് പെട്ടെന്ന് ഇച്ചാന്ന് വിളിക്കാൻ തോന്നി. സാറിനൊക്കെ കോളേജിൽ വിളിച്ചാൽ പോരെ ചായ? അത് വേണ്ട, നീ ഡാനിയും കുഞ്ഞുണ്ടൊക്കെ വിളിക്കും പോലെ വിളിച്ചാൽ മതി. അതിനവർ ചേട്ടായി നില വിളിക്കുന്നത്. ഞാൻ ചേട്ടായിന്ന് വിളിക്കാൻ ഇച്ചാൻ എൻ്റെ സഹോദരനും നല്ലല്ലോ, ഭർത്താവല്ലേ. ദേവ, നീ എന്തോ ഒന്നും മനസ്സിലാകാത്ത പോലെ പറയുന്നത്. നിനക്കൊരു ഭാവിയുണ്ട്. അതിന്? ദേവ, നീ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. നീ വളർന്ന ജീവിത രീതി ആയിരിക്കില്ല ഇവിടെ.
ഡേവിഡ് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്ത് ചിന്തിച്ചു നോക്കാനാണ്? ശരിയാണ്, ഞാൻ വളർന്ന രീതി എല്ലാവർക്കും ഇവിടെ. പക്ഷേ ഞാനെല്ലാം പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഞാനിവിടെ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എങ്ങോട്ടെങ്കിലും പൊക്കളൊന്നും ഞാൻ പറയില്ല. എൻ്റെ അവസാനം വരെ എൻ്റെ കഴുത്തിൽ താലിയുടെ ഉടമക്ക് മാത്രമേ സ്ഥാനം ഉണ്ടാകൂ. അത് പറഞ്ഞ് ഡേവിഡിന് പറയാനുള്ളത് പോലും കേൾക്കാൻ നിൽക്കാതെ മിത്ര ചവിട്ടത്തുള്ള റൂമിലേക്ക് പോയതും അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണമെന്ന ചിന്തയോടെ ഡേവിഡ് എൻ്റെ റൂമിലേക്ക് നടന്നു. ആൻറ്റി, ഞാൻ ഇറങ്ങിട്ടോ. രാവിലെ കോളേജിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങിക്കൊണ്ട് രാധ കിച്ചണിലേക്ക് നോക്കി വിളിച്ച് പറഞ്ഞു. കഴിച്ചിട്ട് പോകൂട്ടി. കിച്ചണിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് ശോഭ പറഞ്ഞു. വേണ്ട ആൻറ്റി, ടൈമില്ല, ഞാൻ ക്യാൻറ്റീന്ന് കഴിച്ചോളാം. അതും പറഞ്ഞ് രാധ ബാഗും തോളിലേക്ക് ഇട്ട് അവരോട് യാത്ര പറഞ്ഞ് ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ കണ്ടു ബൈക്ക് മോടിച്ചു വരുന്ന ധ്യാനിനെ. ഹലോ മാഷേ. രാധ വേഗം അവൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് നിന്നുകൊണ്ട് വിളിച്ചതും ധ്യാൻ വേഗം ബ്രേക്ക് ചവിട്ടി. എന്താടി, നീ രാവിലെ തന്നെ ചാവാൻ ഇറങ്ങിയതാണോ? എൻ്റെ മാഷിൻ്റെ വണ്ടി തട്ടിച്ചാത്താ നീക്ക് സന്തോഷമേ ഉള്ളൂ. തേങ്ങ, വഴിന്ന് മാറടി. ആയി പോകല്ലേ, എന്നെ കൂടെ കൊണ്ടുപോ. നമ്മൾ ഒരു കോളേജിലേക്കല്ലേ. അയ്യടാ, ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. എൻ്റെ ബൈക്കിലേ ഞാൻ കണ്ണി കണ്ടവന്മാരെ കയറ്റില്ല. കണ്ണിൽ കണ്ടോളോ? ഞാനോ? നമ്മൾ തമ്മിൽ ലവ്വല്ലേ എന്ന് ഞാൻ പറഞ്ഞു. നിന്നെ പോലെ ഒരു മരം കയറിയ പ്രേമിക്കാനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് വേറൊരുത്തി ഇഷ്ടാ. രാധവിനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ധ്യാൻ പറഞ്ഞു. ദേ, കള്ളം പറയണ്ട. ഞാനെന്തിനാ കള്ളം പറയുന്നത്? സത്യ പറഞ്ഞത്. അവളില്ലാതെ ആരെയും ഞാൻ എൻ്റെ ബൈക്കിൽ കയറ്റില്ല. അതോട് പൊന്നുപോളും നടന്നു വരാൻ നോക്ക്. അതും പറഞ്ഞ് ധ്യാൻ പോയതും അവൻ പോയ വഴിയെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു. ധ്യാനോടുള്ള വാശി എന്ന പോലെ അതിലെ പോയൊരു സീനിയർ ചേട്ടൻ്റെ ബൈക്കിൽ കൈ കാണിച്ച് അതിൽ കയറിപ്പോയി. കോളേജിലെത്തിയ ഉടനെ തന്നെ രാധു ധ്യാൻ പറഞ്ഞതെല്ലാം മിത്രയോട് പറഞ്ഞു. എൻ്റെ രാധുസേ, നീ ഇതിലിങ്ങനെ ഗ്ലൂമി അടിച്ചാലോ? സാർ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാവും പെണ്ണെ. ആണോ? അതെ, നീ വന്നേ, ക്ലാസ് തുടങ്ങിക്കാണും. വിഷമിച്ചിരിക്കുന്ന രാധുവിനെ ഒരുവിധം ഓക്കെയാക്കി മിത്ര അവളെയും പിടിച്ചു വലിച്ച് ക്ലാസ്സിലേക്ക് പോയി. വൈകിട്ട് കോളേജ് കഴിഞ്ഞ് വന്ന് മിത്ര ഫ്രഷായി ഡ്രസ്സ് അലക്കിയിട്ട് അകത്ത് വരുമ്പോഴാണ് ഉമ്മർത്തൊരു വിലപിടിപ്പുള്ള കാറ് വന്ന് നിൽക്കുന്നത്. കാപ്പിടുന്ന തിരക്കിലായതുകൊണ്ട് മിത്ര അത് ശ്രദ്ധിക്കാതെ കുഞ്ഞൂട്ടൊപ്പം ജോലി ചെയ്തു നിന്നു. കുറച്ചു കഴിഞ്ഞതും ഉമർദീൻ ഐസക്ക് മിത്രയെ വിളിച്ചതും അവൾ സ്റ്റോവ് ഓഫ് ചെയ്ത് സിറ്റൗട്ടിലേക്ക് നടന്നു. പിറകെ കുഞ്ഞൂട്ടിന്. ഉമ്മർത്തെത്തിയ മിത്ര അവിടെ ഇരിക്കുന്ന അപ്പനെയും അമ്മയും ഏട്ടന്മാരെയും കണ്ട് ഞെട്ടി. ഇതേസമയം പുറത്തു വന്ന മിത്രയെ കണ്ട് അവിടെയെല്ലാം മുഖം വിടർന്നുവെങ്കിലും ഉള്ളിൽ അവളോടുള്ള കുറ്റബോധം ഉയർന്നു വന്നു.